ബഹുമാന്യരായ പൊതുജനങ്ങളെ, പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അബുദാബി ഗാന്ധി സ്റ്റഡി സർക്കിളുകാർ എനിക്ക് നൽകിയ ഏറ്റവും വിലയേറിയ ഈ അവാർഡിന് അതിവിനീതനായി തെളിവാനായ എന്റെ കൃതജ്ഞതാദരങ്ങൾ ആദ്യമായി ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. വളരെ ദീർഘമായി ഞാൻ പ്രസംഗിക്കരുതെന്ന് എനിക്ക് ഗുരുതുല്യനായ ശ്രീ കെ പി മാധവൻ നായർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാനത് ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ഒരു കാര്യം, മദ്യനിരോധനത്തിനു വേണ്ടി പെട്ടെന്ന് ഞാൻ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതല്ല. മഹാത്മാഗാന്ധി ഈ ലോകത്ത് നൽകിയ സന്ദേശങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട ഒരു സന്ദേശമായിട്ടാണ് മദ്യനിരോധനത്തെ ഞാൻ കണക്കാക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉഗ്രമായ തീച്ചൂളയ്ക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ അവർ വാദമായിരുന്നു. ഉഗ്രമായ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടത്തിയ ഉഗ്രമായ സമരത്തിന്റെ തീച്ചൂളയിൽ നിന്നുകൊണ്ട് ഗാന്ധിജി കോൺഗ്രസ് വോളണ്ടിയർമാരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ മദ്യഷാപ്പുകൾ പിക്കറ്റ് ചെയ്യണം, മദ്യനിരോധനത്തിന് വേണ്ടി സമരം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എനിക്ക് ഓർമ്മയുണ്ട്, കഥ ഉൾപ്പെട്ട ഒന്നാം തരം ആരോഗ്യമുള്ള ചെറുപ്പക്കാർ മദ്യഷാപ്പുകളുടെ മുമ്പിൽ നിന്ന് രണ്ട് കയ്യിൽ നീട്ടി മദ്യഷാപ്പിലേക്ക് കടന്നു വരുന്നയാണ് തടയുന്നത്. അന്നത്തെ പാട്ടുകളെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കും. പിന്തിരിഞ്ഞ് ഒന്ന് സഹോദരനല്ലേ, കാലം പിടിക്കാം, കയറല്ലേ കള്ളു എന്ന് പാടിയത് ബ്രിട്ടീഷ് പോലീസുകാരൻ തല്ലി റോഡിലേക്ക് വലിച്ചെടുത്തത് ജയിലറകൾക്കകത്ത് അടച്ചതുമായ വലിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശമായിരുന്നു മദ്യത്തിനെതിരെയുള്ള പോരാട്ടം. ഗാന്ധിജി മദ്യമുക്തമല്ലാത്ത ഒരു ഭാരതം സ്വതന്ത്ര ഭാരതമാണെന്ന് പറയുകയില്ല എന്ന് ഗാന്ധിജിയുടെ അവസരത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കും. ഗാന്ധിജി പറഞ്ഞു, ഒരു നാഴിക നേരം എന്നെ ഇന്ത്യയുടെ ഭരണാധികാരി ആക്കാമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് രാജ്യത്തെ സകല മദ്യഷാപ്പുകളും പ്രതിഫലം കൊടുക്കാതെ അകത്ത് കൂട്ടുകയായിരിക്കും. അങ്ങനത്തെ ഗാന്ധിജിയുടെ മഹത്തായ സന്ദേശത്തിന്റെ ആവേശം ഉൾക്കൊണ്ടാണ് എന്നെ പോലുള്ള എളിയ ആളുകൾ ഈ മദ്യനിരോധനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയേണ്ട സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യ അനന്തര ഭാരതം ഇന്ന് മദ്യത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇത്തരം നിർഭാഗ്യകരമായ ഒരവസ്ഥ മഹാത്മാഗാന്ധിയുടെ സന്ദേശത്തിന്റെ പ്രയോഗത്തിൽ സംഭവിക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. മദ്യം നിരോധിക്കണം എന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്ന് ഭാരതം സ്വാതന്ത്ര്യ അനന്തര ഭാരതം മദ്യത്തിൽ മുങ്ങിക്കിടക്കുക. കേരളത്തിന്റെ കാര്യം പറയാനില്ല. ഇവിടെ രാജ്യം ഭരിക്കുന്ന സർക്കാർ തന്നെ ബീവറേജസ് കോർപ്പറേഷൻ എന്ന ഓമന പേരിട്ട് മദ്യം വിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇതിനൊക്കെ എതിരെ പൊരുതാൻ ഈ രാജ്യത്തെ വലിയ കുറെ ആളുകൾ ശ്രീമതി ലക്ഷ്മി മേനോൻ, ശ്രീ പ്രൊഫസർ ജി കുമാരപിള്ള തുടങ്ങിയ ചില സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് മദ്യനിരോധനത്തിന് വേണ്ടിയുള്ള
കേരള മദ്യനിരോധന സമിതി 12 വർഷമായി ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനവധി മദ്യഷാപ്പുകൾ ഞങ്ങൾ സമരം ചെയ്ത് കൂട്ടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരിൽ വളരെ പേർ ജയിലിൽ പോയിട്ടുണ്ട്, പോലീസിന്റെ തല്ലുകൊണ്ടിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ടുണ്ട്. 1400 മദ്യഷാപ്പുകൾ കൂട്ടാൻ സാധിച്ചതല്ലാതെ കാര്യമായി മദ്യം നിരോധിക്കാനുള്ള അന്തരീക്ഷം കൊണ്ട് വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് കിട്ടിയ ഈ അവാർഡ് ഞാൻ വളരെ വളരെ വിലയുള്ളതായി കണക്കാക്കുന്നു. എനിക്ക് 80 വയസ്സായി. 80 വയസ്സായപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിരുന്ന ഈ മദ്യനിരോധന രംഗത്തെ പ്രവർത്തനം ഞാൻ നിർത്തിക്കളയുമോ തളർന്നു പോകുമോ എന്ന് ഒരേ തമ്പുരാൻ എന്തോ ഒരു സംശയം തോന്നിയിട്ടാവണം എനിക്ക് 10,000 രൂപയുടെ ഒരു ശതമാനം നൽകിയിട്ട് ഇതുകൊണ്ട് നീ മദ്യനിരോധനം ധൈര്യമായി നടത്തിക്കൊള്ളൂ എന്നൊരു ഉപദേശം നൽകിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിന്ന് കിട്ടിയ 10,000 രൂപയുടെ അവാർഡ് കേരള മദ്യനിരോധന സമിതിക്ക് പൂർണ്ണമായി ഞാൻ സംഭാവന ചെയ്തു. ഞാൻ സമ്പന്നനായിട്ടല്ല സുഹൃത്തുക്കൾ, ഞാൻ നിർധനനാണ്, ദരിദ്രനാണ്. എങ്കിലും ദാനേന ആരാധി അപാരമന്ത ദാനേ സർവം പ്രതിഷ്ഠിതം തസ്മാത് ദാനം പരമം വദന്തി എന്നുള്ള ഭാരതീയ ധർമ്മശാസ്ത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ 10,000 രൂപയിൽ ഞാൻ സന്തോഷത്തോടെ സംഭാവന ചെയ്യുകയാണ്. കേരള മദ്യനിരോധന സമിതിയുടെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ശ്രീ ജയപ്രകാശ് നാരായണൻ വന്ന് ഈ 10,000 രൂപയുടെ ചെക്ക് എന്നോട് വാങ്ങണം എന്ന് ഞാൻ അദ്ദേഹത്തോട് ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. അതിനായി ഞാൻ